വെൽക്കം ബാക്ക് ടു ന്യൂസ് ടുഡേ. NSSുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് മുസ്ലിം ലീഗ് മുൻകൈയെടുക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയപരമായ നീക്കുപോക്കുകൾക്കും ചർച്ചകൾക്കും ഇനിയും സമയമുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഇലക്ഷൻ സമയമുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോകൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഒരു അന്തിമ തീരുമാനം വരുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ. കേരളത്തിൻ്റെ ഭാവിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. കേരളത്തിൽ സമാധാനം വേണം, സാമൂഹ്യ സൗഹാർദ്ദം വേണം, വികസനം വേണം, മാറ്റങ്ങൾ വേണം. അതിന് ശക്തമായിട്ടൊരു ഗവൺമെൻറ് ഇവിടെ ആവശ്യമാണ്. ആ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റിന് എന്താണോ ആവശ്യം ഈ കാര്യത്തിലൊക്കെ ലീഗ് പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് പോകും. ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യും, കൂടിയിരിക്കേണ്ടടുത്ത് കൂടി ഇരുന്നുകൊണ്ട് തന്നെ നല്ലൊരു തീരുമാനത്തിലെത്താൻ ലീഗ് സഹായിക്കും. UDFനെ ശക്തിപ്പെടുത്താൻ എന്താണോ ആവശ്യം ആ കാര്യത്തിൽ ലീഗ് മുന്നിട്ടിറങ്ങും. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, തന്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് NSS ജനറൽ സെക്രട്ടറി ഇന്നും നിലപാട് ആവർത്തിക്കുന്ന നമ്മൾ കണ്ടത്. സമദൂരത്തിലെ ശരിദൂരം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ വിഷയത്തിലല്ല, മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണ്. ഇപ്പോൾ NSSുമായി ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് മുസ്ലിം ലീഗ് എങ്ങനെ കടക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ശ്രുതി, സാധാരണഗതിയിൽ NSS പോലെയുള്ള സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ UDFിന് വേണ്ടി സംസാരിക്കാറുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കളും അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നതൊക്കെ തന്നെ രാഷ്ട്രീയ കേരളം ഏറെക്കാലം കണ്ടതാണ്. സ്വാഭാവികമായിട്ട് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം വീണ്ടും ഉണ്ടായൊരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ നിലപാടിന് പ്രസക്തിയേറുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് വേണ്ടി വന്നാൽ ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് മുൻകൈയെടുക്കുമെന്നുള്ളതാണ്. മധ്യസ്ഥതയ്ക്ക് മുസ്ലിം ലീഗ് തയ്യാറാകുമോ എന്നൊരു ചോദ്യത്തിന് വേണ്ടി വന്നാൽ അതിനും തയ്യാറാകും. ഇവിടെ UDFനെ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് സജ്ജമാണ്. അതിനുവേണ്ടി എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ മുസ്ലിം ലീഗ് തയ്യാറാണ്, എന്ത് തരത്തിലുള്ള ചർച്ചകൾ നടത്താനും തയ്യാറാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് മലപ്പുറത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കുപോക്കുകൾക്കും ചർച്ചകൾക്കും ഇനിയും സമയമുണ്ട്. സ്വാഭാവികമായിട്ടും NSS അവരുടെ രാഷ്ട്രീയ നിലപാടെന്ന് തന്നെ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുമുള്ളത്. തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്നൊരു മറുചോദ്യമാണ് ഇക്കാര്യത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉന്നയിക്കുന്നത്. കേരളത്തിന്റെ ഭാവിയാണ് പ്രധാനം. UDFനെ അധികാരത്തിലെത്തിക്കാൻ പാകത്തിലുള്ള ഘടകങ്ങൾ അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്താൻ മുസ്ലിം ലീഗ് തയ്യാറാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ലീഗ് മുൻകൈയെടുത്ത് നടത്തിയ മധ്യസ്ഥ ചർച്ചകൾക്ക് സമാന സ്വഭാവത്തിലുള്ള ചർച്ചകൾക്ക് വീണ്ടും ലീഗ് തയ്യാറാണ് എന്നുള്ളതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണത്തിലുള്ള വായിച്ചെടുക്കേണ്ടത്. വ്യക്തമാണ്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.